ആഷിക്ക്, ഈ പള്ളികളിലൊക്കെ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും ഒക്കെയാണ്. അപ്പോൾ ഈ ആഘോഷ പരിപാടികളുണ്ടല്ലോ, ക്രിസ്മസിനെ സംബന്ധിച്ച് നമുക്ക് പ്രാർത്ഥനകളുണ്ട്, ഒപ്പം തന്നെ ആഘോഷമാണ്. അതിനപ്പുറമായിട്ട് നാടും നഗരവും ഒരു മാസം മുൻപേ ഒരുങ്ങിയിരിക്കും ഈ ക്രിസ്മസിനെ വരവേൽക്കാനായി. അപ്പോൾ എങ്ങനെ പോകുന്നു കോഴിക്കോട്? സേതു, പാതിരാ കുർബാനയ്ക്ക് മുമ്പായിട്ട് വിശ്വാസികളെല്ലാം പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപ് അല്പം നമുക്ക് കണ്ടത് ചെറിയ കരോളാണ്. അവർ നാട്ടിലെല്ലാം കരോളെല്ലാം ആലപിച്ച് വാഹനത്തിൽ ജീപ്പിൽ നാട്ടിലെല്ലാം കരോൾ ആലപിച്ച ശേഷം പള്ളിയിലേക്ക് എത്തിയതാണ്. ഏകദേശം പ്രാർത്ഥന തുടങ്ങാനായി. ഏകദേശം 11:25 11:45 താമരശ്ശേരി ഞാൻ നിൽക്കുന്ന ഈ മേരിമാത പള്ളിയിൽ പാതിരാ കുർബാനയ്ക്ക് നേതൃത്വം വഹിക്കുക. താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിലാണ് അതിന് കാർമ്മികത്വം വഹിക്കുന്നത്. കോഴിക്കോട് മറ്റൊരു പള്ളിയിൽ കോഴിക്കോട് ബിഷപ്പ് ചക്കാലക്കൽ വിതാവ് കോഴിക്കോട് പള്ളിയിലും ഇത്തരത്തിൽ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഇങ്ങനെ നിരവധി ആൾക്കാർ ഇത്തരത്തിൽ പള്ളിയിലേക്കായി എത്തിയിട്ടുണ്ട്. 11:45 ഈ ഒരു ചടങ്ങുകൾ ആരംഭിക്കുക. നമുക്കറിയാവുന്നതുപോലെ തന്നെ ക്രിസ്മസ് ആണ്. നിരവധി ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഹലോ, പേരെന്താ? ദേവിലെ. ക്രിസ്മസ് എന്താ? ബർത്ത്ഡേ. ഹലോ, പേരെന്താ? ക്രിസ്മസ് ആഘോഷമായോ? പേരെന്താ? റിയ ദീപു. ക്രിസ്മസ് എങ്ങനെയാണ്? നല്ലായിരുന്നു. വീട്ടിൽ ആഘോഷവും കേക്ക് എല്ലാം വാങ്ങിച്ചോ? പാതിരാ കുർബാനക്ക് വന്നാണോ? യേശുവിനോട് പ്രാർത്ഥിച്ചോ? ഓക്കെ. അങ്ങനെയാണ് സേതു. ഇനിയൊരു ചടങ്ങ് പറയാനുള്ളത് നമുക്ക് പറയുന്നത് 11:45 ആരംഭിക്കും. ശേഷം ഉണ്ണിയേശുവുമായി നേരെ വന്ന് ഇവിടെ ഒരു തീ കായുന്നൊരു സംവിധാനമുണ്ട്. അതായത് ഉണ്ണിയേശുവിൻ്റെ ഈ ഒരു ഡിസംബർ ആയതിനാൽ തന്നെ തീ കായുന്നൊരു ചെറിയൊരു രീതി താമരശ്ശേരി പള്ളിയിലുണ്ട്. അങ്ങനെ ഉണ്ണിയേശുവിനെ തീ കായ്ച്ച ശേഷം ഇവിടെയുള്ള പുൽക്കൂടിൽ കൊണ്ടുവന്ന് നിർത്തുന്നതാണ് താമരശ്ശേരിയിലെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അത് ഏകദേശം 12:45 അവസാനിക്കുമെന്നാണ് നമ്മളോട് ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിരവധി പേർ ഈ ഒരു പുൽക്കൂടിനടുത്തേക്കായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. കാരണം വലിയ മനോഹരമായ രീതിയിൽ തന്നെ ഈ ഒരു പുൽക്കോട് ഈ താമരശ്ശേരിയിൽ ഈ ഒരു പള്ളി താമരശ്ശേരി മേനിമാത പള്ളിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. യേശുവിൻ്റെ പുൽക്കൂടുണ്ട്. അങ്ങനെ നിരവധി ക്രിസ്ത്യ വിശ്വാസവുമായി ബന്ധപ്പെട്ട പള്ളിയടക്കമുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അവർ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. നിരവധി ആൾക്കാർ ഈ പള്ളികളിൽ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 11:45 ആകുന്നതോടുകൂടി തന്നെ വിശ്വാസികളെല്ലാം ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ താമരശ്ശേരിയിൽ പ്രത്യേകിച്ച് ഒരു മലയോര പ്രദേശം കൂടിയാണ്. ക്രിസ്തീയ വിശ്വാസികൾ കൂടുതലായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് താമരശ്ശേരി അടക്കമുള്ള സ്ഥലം. അങ്ങനെ അവിടേക്ക് കൂടുതലായിട്ടുള്ള വിശ്വാസികളെല്ലാം ഈ പള്ളിയിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ കുർബാന ആരംഭിക്കും. ശേഷം ഈ താമരശ്ശേരി ബിഷപ്പിൻ്റെ റെമിജിയോസ് ഇഞ്ചനാനിലെ പ്രസംഗവും ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഈ വനനിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം നിൽക്കുന്ന സമയത്ത് ഒരു സർക്കാരിൻ്റെ വിമർശനമെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ ഈ തിരുപ്പിറവി ആഘോഷിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ എന്തെങ്കിലും വിമർശനം കൂടി ഒരു പ്രസംഗത്തിൽ ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശേഷം ഈ ഉണ്ണിയേശുവിനെ ഇവിടെ ഒരു തീ കായുന്ന ഈ വിറകിൻ്റെ അടുത്ത് മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ച ശേഷമാണ് ഈ പുൽക്കൂടിലേക്ക് കൊണ്ടുവന്ന് കിടത്തുക. അങ്ങനെയാണ് ഇന്നത്തെ ചടങ്ങ് അവസാനിക്കുക. ശേഷം നാളെയും ഇത്തരത്തിൽ കുർബാന വീണ്ടും ആരംഭിക്കും. അങ്ങനെ നാളെയും വീണ്ടും ഇത്തരത്തിൽ ചടങ്ങുകൾ തുടങ്ങും. ഇങ്ങനെ ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾക്കാണ് ഇന്ന് രാത്രിയോടുകൂടി സമാപനമാവുന്നത്. എന്തായാലും പാതിരാ കുർബാന അല്പസമയത്തിനകം ഒരു 11:45 താമരശ്ശേരിയിലും കോഴിക്കോട്ടെ വിവിധ പള്ളികളിലും ആരംഭിക്കും. ആഷിക്കിലേക്ക് വീണ്ടും മടങ്ങി വരാം. ഏവർക്കും ന്യൂസ് മലയാളത്തിന്റെ ക്രിസ്മസ് ആശംസകൾ. ന്യൂസ് മലയാളം, ദി അൾട്ടിമേറ്റ് മലയാളം ന്യൂസ് ചാനൽ.